പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ ധന്യ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഞാൻ ക്രിസ്തുവിൽ സ്നേഹിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും 5-ാം മാസത്തിൻ്റെ 31-ാമത്തെ പ്രഭാത വന്ദനം കൂടെ അറിയിക്കുന്നു. ലോകമെമ്പാടുമായിരുന്നു കൊണ്ട് ഈ പ്രഭാതവും ഈ വചന സന്ദേശം ശ്രവിക്കുന്ന എല്ലാ ദൈവദാസന്മാർക്കും ദൈവദാസിമാർക്കും വാത്സല്യ കുഞ്ഞുങ്ങൾക്കും എൻ്റെ ഹൃദയത്തിൻ്റെ ആഴമേറിയ സ്നേഹത്തെയും വന്ദനത്തെയും നന്ദിയും ഒപ്പം പ്രാർത്ഥനയും അറിയിക്കുന്നു. പ്രാർത്ഥനയോടുകൂടി ഈ പ്രഭാതവും വചന സന്ദേശത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. കർത്താവിൻ്റെ ദാസിദാസന്മാരെ, കഴിഞ്ഞ 5 മാസം നമ്മെ കൺമണി പോലെ പരിപാലിച്ചു. കണ്ണിനെ കണ്ണുനീരിൽ നിന്നും കാലിനെ വീഴ്ചയിൽ നിന്നും പ്രാണനെ മരണത്തിൽ നിന്നും വിടുവിച്ച നല്ല കർത്താവ്. ശത്രു നമ്മെ തകർത്തു കളയുവാൻ അവൻ പതിയിരുന്ന ഇടങ്ങളിൽ നിന്നും രോഗം നമ്മുടെ മേൽ സ്തോത്രം കൊണ്ട് പകർന്ന് നമ്മെ തകർത്തു കളയുവാൻ അവൻ കാത്തിരുന്ന ദിനങ്ങൾ. രോഗത്തിൽ നിന്നും മരണത്തിൽ നിന്നും സകല പ്രതികൂലങ്ങളിൽ നിന്നും നമ്മെ വിടുവിച്ച് ദൈവം നമ്മെ ആയുസ്സിൽ ഒരു പ്രഭാതം കൂടെ കാണുവാൻ സ്വർഗം ഭാഗ്യം തന്നു. ഈ 5-ാം മാസത്തിൻ്റെ ഒടുവിലത്തെ ഈ പ്രഭാതത്തിൽ ഈ അവസാനത്തെ പ്രഭാതത്തിൽ ഈ 31-ാമത്തെ ദിനത്തിൽ ദൈവം നമ്മെ ആയുസ്സോട് കൊണ്ടുവന്നതിനെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഈ പ്രഭാതം നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും സന്തോഷകരമായ ഒരു പ്രഭാതമാണ്. കാരണം 5-ാം മാസത്തിൻ്റെ 1-ാമത്തെ പ്രഭാതം കണ്ട നമ്മെ ഈ 31-ാമത്തെ പ്രഭാതവും കാണുവാൻ ദൈവം ഭാഗ്യമൊരുക്കി. നമ്മോടുകൂടെ ഈ 5-ാം മാസം പ്രവേശിച്ച എത്രയോ പ്രിയപ്പെട്ടവർ, പ്രായത്തിൽ കുറഞ്ഞവർ, ആരോഗ്യമുള്ളവർ, സൗന്ദര്യമുള്ളവർ, സമ്പത്തുള്ളവർ, വിദ്യാഭ്യാസമുള്ളവർ, യോഗ്യത പറഞ്ഞ എത്രയോ പ്രിയപ്പെട്ടവർ ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടപ്പോൾ ഒരു യോഗ്യത പറയുവാനില്ലാത്ത നമ്മെ കൺമണി പോലെ പരിപാലിച്ചു. ഒരു ആണ്ടുകൂടെ നിൽക്കട്ടെ എന്ന് സ്തോത്രം ഹല്ലേലൂയ തോട്ടക്കാരൻ അവകാശപ്പെട്ടതുപോലെ നമ്മെയും ഒരു മാസം കൂടെ നമുക്ക് ആയുസ് തന്ന്, ആരോഗ്യം തന്ന്, ആഹാരം തന്നു, എല്ലാ നന്മയും തന്ന് നമ്മെ മാനിച്ച ആ ദൈവസന്നിധിയിൽ നന്ദിയുള്ള ഹൃദയത്തോടുകൂടെ ആയിരിക്കാം. കർത്താവിൻ്റെ ദാസിദാസന്മാരെ, നിങ്ങൾ അറിയിച്ച ഓരോ പ്രാർത്ഥനയുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ ഞങ്ങൾ വളരെ പ്രാർത്ഥിക്കുകയും ഉപവസിക്കുകയും ഒക്കെ ചെയ്തു. അനവധി പ്രിയപ്പെട്ടവരുടെ പ്രാർത്ഥനയുടെ മറുപടികളെ കാണുവാൻ സ്വർഗം ഭാഗ്യമൊരുക്കി. കഴിഞ്ഞ പ്രഭാതത്തിൽ ഞാൻ ഏറെ സ്നേഹിച്ച എൻ്റെ പ്രിയപ്പെട്ട സ്നേഹിതൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. 50 ദിവസം 50 വർഷം തന്നെ സൂക്ഷിച്ച ദൈവത്തിന് നന്ദി പറയുവാൻ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുവാൻ ദൈവസന്നിധിയിൽ ഇരിക്കുവാനിടയായി. ഹല്ലേലൂയ. യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ പ്രിയപ്പെട്ട എൻ്റെ ഏറ്റവും സ്നേഹിതനല്ല, എൻ്റെ സഹോദരൻ പ്രിയ ബ്രദറിനെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു, ഫാമിലി ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ദൈവം ഹല്ലേലൂയ നമ്മെ ഓരോ ദിനവും നമ്മുടെ ആയുസ്സിൽ ഓരോ ആണ്ടും ഓരോ മാസവും ഓരോ ആഴ്ചയും ഓരോ ദിനവും നമ്മെ പരിപാലിക്കുന്ന ആ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്നും നാം അകന്നു പോകാതെ വിശ്വസ്തയോടുകൂടെ നമുക്ക് നിൽക്കാൻ ഇടയാകട്ടെ. ഈ പ്രഭാതം 106-ാം സങ്കീർത്തനക്കാരൻ പാടുന്നു, യഹോവേ നീ തിരഞ്ഞെടുത്തവരുടെ നന്മ കാണേണ്ടതിനും നിന്റെ ജനത്തിൻ്റെ സന്തോഷത്തിൽ സന്തോഷിക്കേണ്ടതിനും നിന്റെ അവകാശത്തോടുകൂടെ പുകഴേണ്ടതിനും. പലപ്പോഴും നാം കാണുന്നത് ഒന്നോ രണ്ടോ ഒഴിവുകൾക്ക് യോഗ്യതയുള്ള ആളുകളെ എടുക്കുന്നതിന് അല്ലെ തിരഞ്ഞെടുക്കുന്നതിന് വേണ്ടി പരസ്യം നൽകുമ്പോൾ 100 കണക്കിന് ഉദ്യോഗാർത്ഥികളാണ് എത്തിച്ചേരുന്നത്. അവരെ നല്ലവണ്ണം ഇൻ്റർവ്യൂ ചെയ്ത് അവരിൽ നിന്നും ഏറ്റവും യോഗ്യതയുള്ളവരെ മാത്രമേ നിശ്ചിതമായ തസ്തികയിലേക്ക് നിയമിക്കുകയുള്ളൂ. അങ്ങനെ നിയമിതരാകുന്നവർക്ക് അവർ തിരഞ്ഞെടുക്കപ്പെടുന്ന സ്ഥാപനത്തിൻ്റെ നിലവാരം അനുസരിച്ചുള്ള പദവികളും ശമ്പളങ്ങളും മറ്റു ആനുകൂല്യങ്ങളും ലഭ്യമാണ്. നാം ഈ പറഞ്ഞതെല്ലാം ഈ ലോകത്തിൻ്റെ തിരഞ്ഞെടുപ്പും അതിൻ്റെ നന്മകളെയും കുറിച്ച് മാത്രമാണ്. എന്നാൽ ദൈവത്തിൻ്റെ രാജ്യത്തിലേക്ക് പദവികളും നന്മകളും അനുഭവിപ്പാൻ ദൈവത്തിന് അനേക മനുഷ്യരെ വേണം. എത്ര തന്നെ ആളുകൾ ഉണ്ടെങ്കിലും അവർക്കെല്ലാം അവിടെ അവസരങ്ങളുണ്ട്.
കൊയ്ത്ത് വളരെയുണ്ട്, വേലക്കാരോ ചുരുക്കം എന്നാണല്ലോ കർത്താവ് പറഞ്ഞത്. പക്ഷേ ദൈവത്തിൻ്റെ നിലവിളി കേൾക്കുന്നവർ ചുരുക്കവും വിളിക്കപ്പെട്ടവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്നവർ അതിലും ചുരുക്കവുമാണ്. ഏതെങ്കിലും പദവിയിൽ ഇരിക്കുവാൻ അതിന് യോഗ്യതയുള്ളവരെ മാത്രമേ ലോകം തിരഞ്ഞെടുക്കുകയുള്ളൂ. എന്നാൽ ദൈവത്തിൻ്റെ കാര്യപരിപാടി തികച്ചും വ്യത്യസ്തമാണ്. ദൈവരാജ്യത്തിൽ ഏതെങ്കിലും പദവിയിൽ ഇരിക്കുവാൻ തനിക്ക് യോഗ്യതയുണ്ടെന്ന് തോന്നുന്നവരെയല്ല, മറിച്ച് തനിക്ക് യാതൊരു യോഗ്യതയും ഇല്ലെന്ന് തിരിച്ചറിയുന്നവരെയാണ് ദൈവം തിരഞ്ഞെടുക്കുന്നത്. ഹല്ലേലൂയ, യേശുവിൻ്റെ നാമത്തിൽ. കാരണം ആ പദവിയിൽ എത്തിച്ചേരുവാൻ എൻ്റെ യോഗ്യതകൾ കൊണ്ടൊന്നും ദൈവം എന്നെ ഇവിടെ എത്തിച്ചത് എന്ന് പറഞ്ഞ് പുകഴുവാനും പ്രശംസിപ്പാനും ഇടവരരുത് എന്നാണ്. നമുക്കറിയാം, കാട്ടിൽ ആടുകളെ മേയിച്ചുകൊണ്ടിരുന്ന ദാവീദിനെ ഇസ്രായേലിൻ്റെ രാജാവാക്കിയത് കൊണ്ടാണ് ദാവീദ് തൻ്റെ മരണത്തോളം, തൻ്റെ അന്ത്യത്തോളം ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ, ദൈവത്തെ ആരാധിക്കുവാനും ഇടയായത്. ഒരു രാജാവിൻ്റെ മകനായി ജനിച്ചത് കൊണ്ടോ ഒരു രാജകുടുംബത്തിൽ ജനിച്ചത് കൊണ്ടോ അല്ല ദാവീദിന് രാജാവിൻ്റെ സ്ഥാനം കിട്ടിയത്. ദൈവത്തിൻ്റെ തീരുമാനം ലോകത്തിലുള്ള സകല ജാതികളിൽ നിന്നും ദൈവം ഇസ്രായേൽ ജനത്തെ തിരഞ്ഞെടുത്തു അനുഗ്രഹിച്ചത് അവരുടെ യോഗ്യത നോക്കിയായിരുന്നില്ല എന്ന് ദൈവം അരുളി ചെയ്യുന്നു. ദൈവത്തിൻ്റെ വിളി കേട്ട് വിശ്വസ്തരായി നിന്ന പിതാക്കന്മാരെ ദൈവം സ്നേഹിച്ചത് കൊണ്ട് മാത്രമാണ് ഇസ്രായേൽ തിരഞ്ഞെടുക്കപ്പെടുവാൻ ഇടയായത് എന്നുള്ള അന്നുള്ള രണ്ടാം തലമുറയെയും മൂന്നാം തലമുറയെയും ദൈവം അനുഗ്രഹിക്കുന്നതും ഉയർത്തി മാനിക്കുന്നതും അവരുടെ യോഗ്യതയുടെ അടിസ്ഥാനത്തിലല്ല എന്ന് നാം അറിഞ്ഞിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു. വിശ്വാസികളുടെ പിതാവായ അബ്രഹാം സത്യദൈവത്തെ ആരാധിച്ചു കൊണ്ടിരുന്നപ്പോൾ അല്ല ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പുണ്ടായത്. താൻ കൽദയരുടെ ദൈവത്തെ ആരാധിച്ച് വിഗ്രഹങ്ങളെ ഉണ്ടാക്കി വിൽക്കുന്ന ഒരു കുടുംബത്തിനകത്തു നിന്നുമാണ് ദൈവം അബ്രഹാമിനെ വിളിച്ചു വേർതിരിപ്പാനിടയായി. സത്യദൈവത്തിൻ്റെ മാർഗത്തിലേക്ക് വരികയും ചെയ്തത് അതുകൊണ്ട് ദൈവം തന്നെ തിരഞ്ഞെടുത്തു എന്ന് വചനം പറയുന്നു. സമൂഹത്തിൽ നല്ല സ്ഥാനവും ഉന്നത വിദ്യാഭ്യാസവും ഭേദപ്പെട്ട ജോലിയും ഉള്ളവരായി നാം മറ്റുള്ളവരുടെ ഇടയിൽ നല്ല സമ്പന്നരായി നല്ല സുഖ സൗകര്യങ്ങളിലും ഉള്ള ജീവിതം നയിക്കുവാൻ അല്ല ദൈവം നമ്മെ തിരഞ്ഞെടുത്തത്. പിന്നെയോ ദൈവം നമ്മെ തിരഞ്ഞെടുത്തതിൻ്റെ ഉദ്ദേശം നാം വ്യക്തമായി തിരിച്ചറിയണം. നമ്മെ ഇരുട്ടിൻ്റെ അധികാരത്തിൽ നിന്നും തിരഞ്ഞെടുത്തത് സകല ജനത്തിനും ദൈവം ഒരുക്കിയിരിക്കുന്ന രക്ഷാ പദ്ധതി മറ്റുള്ളവരിൽ എത്തിക്കേണ്ടതിനായിട്ടാണ്. നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തത് എന്നല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തു. നിങ്ങൾ പോയി ഫലം കായ്ക്കേണ്ടതിന് നിങ്ങളെ ആക്കി വച്ചിരിക്കുന്നു. ആത്മാവിൻ്റെ ഫലമായ സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയജയം എന്നിവ മറ്റുള്ളവർക്ക് പകർന്ന് നൽകുന്നതിനായിട്ടാണ് നാം തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് എന്നുള്ള ബോധ്യം നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം. നാം വിശ്വാസത്തിൽ ക്ഷീണിച്ചു പോകാതെ തികവുള്ളവരും മറ്റുള്ളവരെ വിശ്വാസത്തിൽ ഉറപ്പിക്കുന്നതിനോടൊപ്പം രാജ്യത്തിൽ പ്രവേശനം ലക്ഷ്യമാക്കി ഓടുന്നവരുമായിരിക്കണം. പ്രിയ ദൈവവൈതലേ, ചൂടേറിയ മരുഭൂമിയിൽ വെള്ളം കണ്ടെത്തുവാൻ കഴിയാതെ അനേകരും ദാഹിച്ചും ക്ഷീണിച്ചും മരിച്ചു വീഴുമ്പോൾ ദൈവം തിരഞ്ഞെടുത്തു. അവർക്ക് ഒരിക്കലും വറ്റാത്തതും സമൃദ്ധമായ നീരുറവ ദൈവം തുറന്ന് തരുകയും ചെയ്യും. ആമേൻ, ഹല്ലേലൂയ. സ്തോത്രം. തൻ്റെ പ്രിയപ്പെട്ടവനായ അബ്രഹാം കൊടുത്ത ഒരു തുരുത്തി വെള്ളവും കുറച്ച് എണ്ണപ്പെട്ട അപ്പവും തീർന്ന് ദാഹിച്ചും വരണ്ടും ക്ഷീണിച്ചും ഏത് നിമിഷം വേണമെങ്കിലും മരിക്കാമെന്നുള്ള ഭയത്തോടുകൂടെ ആ മരുഭൂമിയിൽ ദൈവത്തെ നോക്കി നിലവിളിച്ച ഹാഗറിന്റെ നിലവിളിയെ തിരിച്ചറിഞ്ഞ ദൈവം അവൾക്ക് വേണ്ടി
ഉറവ തുറന്നു കൊടുത്തു അവളെ രക്ഷിക്കുവാനിടയ. പണ്ടുള്ളവയെ അവൻ നിരൂപിക്കുകയും വേണ്ട, ഇതാ ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു, ഇത് ഇപ്പോൾ ഉത്ഭവിക്കും, നിങ്ങളത് അറിയുന്നില്ലയോ? അതേ, ഞാൻ മരുഭൂമിയിൽ ഒരു വഴിയും നിർജ്ജന പ്രദേശത്ത് നദികളും ഉണ്ടാക്കും. ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന എൻ്റെ ജനത്തിന് കുടിപ്പാൻ കൊടുക്കേണ്ടതിന് ഞാൻ മരുഭൂമിയിൽ വെള്ളവും നിർജ്ജന പ്രദേശത്ത് നദികളും അവൻ നൽകിയിരിക്കുന്നു എന്നുള്ള തിരുവചനം അവൻ തൻ്റെ മക്കളിൽ കൂടെ യാഥാർത്ഥ്യമാകുവാനിടയായി. ആകയാൽ പ്രിയ ദൈവവൈതലേ, അവൻ ദൈവം നിന്നെ തിരഞ്ഞെടുത്തു എന്ന് ഉറപ്പുണ്ടെങ്കിൽ നിന്റെ വരൾച്ചയും നിന്റെ ശൂന്യതയെയും ദൈവം കാണാതെ പോകയില്ല. ഈ പ്രഭാതം ആരോടൊക്കെയോ പരിശുദ്ധാത്മാവ് പറയുന്നു, നിന്റെ വരൾച്ച, നിന്റെ കഷ്ടത, നിന്റെ ശൂന്യത, നിന്റെ ഇല്ലായ്മ ദൈവം കാണാതെ പോകയില്ല. കുഞ്ഞെ, ദൈവസന്നിധിയിൽ വിശ്വാസത്തോടെ പറ്റി നിൽക്കാമോ? അവൻ നിന്നെ ഉയർത്തുവാനിടയാകും, അവൻ നിന്നെ മാനിപ്പാനിടയാകും. നമ്മുടെ കണ്ണുകളെ ദൈവസന്നിധിയിടയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, സ്നേഹവാനായ ഞങ്ങളുടെ നല്ല ദൈവമേ, അനുഗ്രഹവും പ്രശാന്തവുമായ നല്ല പ്രഭാതത്തിനായി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഈ പ്രഭാതം ഞങ്ങളുടെ ജീവിതത്തിൽ കർത്താവേ സ്തോത്രം, ദൈവം ചെയ്ത എല്ലാ നന്മകൾക്കായി നന്ദിയോടെ സ്തോത്രം. യഹോവേ, നീ തിരഞ്ഞെടുത്തവരുടെ നന്മ ഞാൻ കാണേണ്ടതിനും നിന്റെ ജനത്തിൻ്റെ സന്തോഷത്തിൽ സന്തോഷിക്കേണ്ടതിനും നിന്റെ അവകാശത്തോടുകൂടെ പുകഴേണ്ടതിനും. ഹല്ലേലൂയ. ദൈവിക അവകാശത്തിൽ പുകഴുവാൻ ആരോടൊക്കെ ഇന്ന് പകൽ പരിശുദ്ധാത്മാ പറയുന്നു, അവൻ ചില അവകാശത്തോടുകൂടെ പുകഴുവാൻ പോകുന്നു. വിശ്വസിക്കാമോ? ഈ പ്രഭാതം അവൻ ഈ ദൂത് ഏറ്റെടുത്ത് ആമേൻ പറയാമോ? ദൈവം നിനക്കായി പുതുവഴികളെ തുറക്കാൻ പോകുന്നു. സ്വർഗം അത്ഭുതം ചെയ്യുന്നതിനായി സ്തോത്രം. ഈ ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാവിധ നന്മകൾക്കായി നന്ദി, മാനവും മഹത്വം എല്ലാം സ്വർഗമെടുക്കും. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു. ദൈവം എല്ലാവരെയും ഈ പ്രഭാതം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.